അത് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാൻ പോകുന്നു എന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഹരിയാനയിൽ കോൺഗ്രസിനും ജമ്മു കാശ്മീരിലും NC+ കോൺഗ്രസ് സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളുകളൊക്കെ പൊളിഞ്ഞ് കാട്ടിക്കയറിയ ആ ചിത്രം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. നാളെയാണ് ദ റിയൽ വോട്ടെണ്ണൽ ഫലം വരാൻ പോകുന്നു. ബൽറാം നെടുങ്ങാടിയിരുന്നു. ബൽറാം, ഹരിയാനയിലാവട്ടെ ജമ്മു കാശ്മീരിലാവട്ടെ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഭൂപേന്ദ്ര ഹൂഡ ആ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആത്യന്തികമായി ഏറ്റവും ഒടുവിലത്തെ അവരുടെ പ്രതീക്ഷ? ഗുഡ് മോർണിംഗ് ബൽറാം. ഗുഡ് മോർണിംഗ് അഷ്മി. രാജ്യം കാത്തിരുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലമാണ് നാളെ വരാനിരിക്കുന്നത്. അതിൽ ഹരിയാന ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെയാണ് ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ വിധി എഴുതുന്നത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എല്ലാം തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വലിയ മുൻതൂക്കം ഉണ്ടാകുമെന്നും കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റ് ഉറപ്പ് എന്നുമാണ്. 65 സീറ്റ് വരെ കോൺഗ്രസ് നേടിയേക്കും എന്നുള്ളതാണ് ഈ സർവേകൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. ഈ സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ ആത്മവിശ്വാസം. ഒപ്പം തന്നെ ഹൂഡയ്ക്ക് മറ്റ് ഹൈക്കമാൻഡിൻ്റെ വലിയ പിന്തുണയും മറ്റ് വിമതശല്യമോ മറ്റോ താരതമ്യേന കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾക്ക് ശേഷം പിന്നീട് മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദവുമായി കുമാരി ഷെൽജ അടക്കമുള്ളവർ രംഗത്തുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഹൂഡയും വലിയ ആത്മവിശ്വാസത്തിലാണ്. എങ്കിൽ പോലും ഈ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂപേന്ദർ സിംഗ് ഹൂഡയുടേത് തന്നെയാണ്. അതേസമയം ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കശ്മീരിൽ കനത്ത പോരാട്ടം നടക്കുന്നു. എങ്കിലും കോൺഗ്രസിനും NCക്കും തന്നെയാണ് ഒരു മുൻതൂക്കം എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നത്. അത് എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് എന്ന നിലയിലേക്കാണ് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നത്. അത് ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് കടക്കുമോ എന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും എന്നുള്ള അധികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷം 48 ഉയരും. ഈ ഒരു സാഹചര്യത്തിൽ പോലും PDP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും PDP ഈ NC കോൺഗ്രസ് സഖ്യത്തെ പിന്തുണയ്ക്കും എന്നുള്ള തരത്തിലുള്ള രണ്ട് ചെറിയ സംസ്ഥാനങ്ങളാണ് ഹരിയാന, ജമ്മു കാശ്മീർ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പും ചെറിയ തെരഞ്ഞെടുപ്പല്ല. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരുപക്ഷെ കേന്ദ്രത്തിലേക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൂടിയും കുറേയധികം ചോദ്യങ്ങൾ അവിടെയുണ്ട്. ജമ്മു കാശ്മീരിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 370 എടുത്തതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതെങ്ങനെ ഗുണം ചെയ്യുന്നു? മോദി ഫാക്ടർ ഇപ്പോഴും, അല്ലെങ്കിൽ മോദി ഒരു സെല്ലിംഗ് ഫാക്ടറായി BJP ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് തുടങ്ങിയ കുറേയധികം രാഷ്ട്രീയ ചോദ്യങ്ങൾക്കാണ് നാളെ മറുപടി. നാളെ രാവിലെ മുതൽ നമ്മളുണ്ട് കേട്ടോ.